നാളുകൾക്ക് ശേഷം എല്ലാ തരം പ്രേക്ഷകരെയും ആകർഷിക്കാൻ സാധിക്കുന്ന വിധത്തിൽ ഒരുക്കിയിരിക്കുന്ന ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് അരൂപി. ഹൊററും സസ്പെൻസും കോമഡിയും 2 വ്യത്യസ്ത കാലഘട്ടങ്ങളിലൂടെ സഞ്ചരിക്കുന്ന കഥാ പശ്ചാത്തലവും അവസാനം വരെ പ്രേക്ഷകനെ ആകാംക്ഷയിൽ നിർത്തുന്ന ട്വിസ്റ്റുകളും നിരവധി ജംപ് സ്കെയർ മൊമെന്റുകളും ഒടുവിൽ പ്രേക്ഷകനെ അമ്പരപ്പിക്കുന്ന ഡുവൽ ക്ലൈമാക്സും ചേർന്ന ഒരു സിനിമ. അരൂപി ഒരു വ്യത്യസ്തമായ സ്റ്റോറി ടെല്ലിംഗ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റു സിനിമകളെ അപേക്ഷിച്ച് ഏതെങ്കിലും രീതിയിൽ ഒരു വ്യത്യസ്തത കൊണ്ടുവരണം, മറ്റു സിനിമകളിൽ കാണാത്ത രീതിയിൽ എന്തെങ്കിലും കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ചെയ്ത ഒരു സിനിമയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ രീതിയിൽ അഭിലാഷ് മാക്സിമം അത് ശ്രമിച്ചിട്ടുണ്ട്. അത് നാളെ സിനിമയിൽ മറ്റുള്ളവർ കാണുമ്പോൾ അത് അംഗീകരിക്കുമെന്ന് ഞങ്ങൾ മനസ്സുകൊണ്ട് വിശ്വസിക്കുന്നു. നന്നായി വരുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇത് ഉറപ്പായിട്ടും വിജയിക്കും. ഞാൻ അവിടെ ഇരുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ആലോചിച്ചാൽ ഞങ്ങൾ പണ്ട് ചെയ്ത ഒരു സിനിമയുണ്ട് ഇതുപോലെ ഹൊറർ പ്ലസ് കോമഡി, ആകാശഗംഗ. ഭയങ്കര വിജയമായിരുന്നു. അതിനേക്കാളൊക്കെ വിജയമായിട്ട് ഇത് മാറും എന്ന് നല്ല ഉറപ്പുണ്ട്. അഭിലാഷിൻ്റെ ഒരുപാട് വർഷത്തെ പാഷൻ, കഠിനാധ്വാനം, സിനിമയോടുള്ള ഇഷ്ടം ഇതെല്ലാം കൂടെ പൂർത്തീകരിക്കുന്ന ഒരു അവസരമാണിത്. This is a very huge opportunity for me. I thank Abhilash sir and Aman for believing and trusting in me. I would like to thank my entire team for making this journey very beautiful. Well, it has been very warm and welcoming to be in Kerala and to work with this amazing team. Well, I'm glad to I've been waiting for everybody, so let's see. Thanks to my director, Mr. Abhilash Waria, and the producer and the entire team, yes, of course. They have helped me sail through it because it was very new, the culture, people, language, everything. And I had to give my best shot. This particular experience has been the most phenomenal feeling it has ever given me. I am tremendously thankful. I am still trembling inside. കളിയുണ്ട്, ചിരിയുണ്ട്, അറിയ കഥയുണ്ട്, കളിയാക്കി പറയല്ല കാര്യം പലതുണ്ട്, 1.5 വിട്ട വട്ടം തിരിയണ മുട്ട കഥയുണ്ട്. ഒന്ന് നല്ലൊരു കൈയ്യടി കൊടുക്കാം. നുണയില്ല മറയില്ല മുല്ലക്കഥയല്ല, നാട്ടാരുടെ തങ്കിക്കുത്തണ കഥയല്ല, പലതിരി പൊട്ടി ചിരി പറ കൊട്ടി കടലിലെ തിര കാണാം, കളിയുണ്ട്, ചിരിയുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഈ പടത്തിൻ്റെ ഒരു ഫസ്റ്റ് ലുക്കൊക്കെ എന്നെ വൈശാഖ് കാണിച്ചപ്പോൾ തന്നെ എനിക്ക് വരെ ക്യാച്ചായിട്ട് തോന്നുമായിരുന്നു. പ്രത്യേകിച്ച് ഹൊറർ സിനിമ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു എഴുത്തുകാരനായതുകൊണ്ടാവാം ഈ സിനിമയിൽ എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് തോന്നി. തീർച്ചയായിട്ടും ഇതൊരു വലിയ വിജയമാവട്ടെ. ഇതൊരു വലിയൊരു പാഷനാണ് ആക്ച്വലി. കാരണം വളരെയധികം പാഷൻ ഉണ്ടെങ്കിലാണ് ഈ സിനിമയിൽ കുറേ നാളുകൾ നിൽക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാനൊക്കെ ആദ്യം സിനിമയിൽ വന്നപ്പോൾ നമുക്കൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു സിനിമ. അപ്പോൾ അതുകൊണ്ടിട്ട് സിനിമകളിങ്ങനെ വന്നുകൊണ്ടിട്ടേ ഇരിക്കും. നല്ലതും മോശമായിട്ടുള്ള സിനിമകളെല്ലാം ഇങ്ങനെ വരും. അപ്പോൾ നമുക്കൊരു വലിയ പാഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഏറ്റവും നിറഞ്ഞ കൈയടിയോടുകൂടി അരൂപിയുടെ സംവിധായകൻ ശ്രീ അഭിലാഷ് വാര്യനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം, ക്ഷണിക്കാം. നമസ്കാരം, ഗുഡ് ഈവനിങ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എൻ്റെ പ്രൊഡ്യൂസർ തന്നെയാണ്. പ്രൊഡ്യൂസർ ഇല്ലെങ്കിൽ ഞാനിവിടെ നിൽക്കില്ല. കാരണം പുള്ളിയാണ് നമുക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്തിരുന്നത്. പ്രദീപ് സാറിനെ ഞാനിപ്പോൾ വളരെ എന്താ പറയുക, എൻ്റെ ദൈവം പോലെ ഞാൻ കാണുന്നത്. കാരണം അദ്ദേഹം എന്നൊരു വ്യക്തി ഇല്ലെങ്കിൽ നമുക്ക് അരൂപി എന്ന പടം ഇവിടെ കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ വിനീതമായ ഭാഷയിൽ പ്രദീപേട്ടനോട് നന്ദി, പിന്നെ മഞ്ജു ചേച്ചീനോടും നന്ദി. പിന്നെ ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന പ്രമുഖ വ്യക്തികളെല്ലാവർക്കും നിങ്ങൾക്ക് അറിയാം. ഞാൻ പ്രത്യേകിച്ച് എല്ലാവരെയും അനൗൺസ്മെൻറ്റ് ചെയ്യേണ്ട. എൻ്റെ ഗുരുസ്ഥാനീയനായിട്ടുള്ള മരിച്ചുപോയ ദീപൻ സാറ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫാമിലി വരുമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ അവർക്ക് വരാൻ പറ്റിയില്ല. പിന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്മകുമാർ സാറാണ്. പുള്ളിയും പുള്ളിയുടെ വൈഫ് ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ സിന്ധുര ചേട്ടൻ, അതുപോലെ തന്നെ AK സാർ വന്നിട്ടില്ല. പിന്നെ
എല്ലാമായിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും വളരെ വ്യക്തമായ ഒരു ഗൈഡൻസും തന്നത് നമ്മുടെ സെഞ്ച്വറി പിക്ചേഴ്സിൻ്റെ ഓണറായ കൊച്ചുമൻ സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുള്ളിയുടെ മാനേജറും കൂടെ വന്നിട്ടുണ്ട്. നമസ്കാരം. അരൂപി പടത്തിൽ കൂടെ അവർ ഇൻഡസ്ട്രിയിൽ വരികയാണ്. നല്ല നല്ല പടങ്ങൾ എടുക്കാനും വിജയിപ്പിക്കാനും അവർ കഴിയട്ടെ. ഒരു സിനിമയ്ക്ക് പ്രത്യേകിച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് മിസ്റ്ററി സ്റ്റോറീസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. BGM-ഉം മ്യൂസിക്കും ചെയ്തിരിക്കുന്നത് ഗോപി സുന്ദർ, നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ ഗോപി സുന്ദറാണ് ചെയ്തിരിക്കുന്നത്. 3 നല്ല സോങ്സ് ഇതിലുണ്ട്, പാട്ടുകളുണ്ട്. ഹരിശങ്കറും ശ്രുതി, ഭദ്ര എന്നിവരെ കൊണ്ട് പാടിച്ചിരിക്കുന്ന 3 വ്യത്യസ്തമായ 3 നല്ല പാട്ടുകളുണ്ട്. നിങ്ങൾക്ക് ഏവർക്കും അത് ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ഞാൻ വേറെ സിനിമകളിൽ നിന്നും വ്യത്യസ്തമായി എനിക്ക് ഫീൽ ചെയ്തത്, ഇതിനകത്ത് ചായ കൊണ്ടുവരുന്ന ആൾ മുതൽ ഇവൻ ഡയറക്ടർ, ഇത്രയും പേര് ഒരേ മനസ്സോടെ വർക്ക് ചെയ്ത് ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പിന്നിൽ. ഞാൻ 3-4 ദിവസമേ ഞാൻ ഇതിൽ ഷൂട്ടിലുണ്ടായിരുന്നു ലൊക്കേഷനിൽ. പക്ഷേ എനിക്ക് മനസ്സിലായത് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പിന്നിൽ ഓരോരുത്തരും. ഡയറക്ടറുടെ പണി മാത്രമല്ല ചെയ്തിരിക്കുന്നത്. എനിക്ക് ഭയങ്കര അതിശയം തോന്നി. മറ്റുള്ള സെറ്റിൽ കാണുന്നതിനേക്കാളും ഒരു വ്യത്യസ്തം ഒരുപാട് പേരുടെ സ്വപ്നമാണ്. അതുകൊണ്ട് എല്ലാവരുടെ പ്രാർത്ഥനയും സപ്പോർട്ടും അരൂപിക്ക് ഉണ്ടാവണം. പിന്നെ I would like to extend my sincere thanks to Abhilash and Pradeep sir also. Thank you so much. God bless you all. ഈ സിനിമയുടെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ച എല്ലാവർക്കും ഒരു ആശംസ ഒരിക്കൽ കൂടി നേരുന്നു. നന്ദി, നമസ്കാരം. തീർച്ചയായും അരൂപി എന്ന സിനിമ അഭിലാഷിൻ്റെയും പ്രദീപ് ദാസിൻ്റെയും ഇത്ര വർഷത്തെ ഈ കഠിനാധ്വാനം ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് എത്തട്ടെ. മലയാള സിനിമ ചരിത്രം മാറ്റിക്കുറിക്കുന്ന ഒരു ഗംഭീര വിജയമായി മാറട്ടെ എന്ന് സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. പാലക്കാടിൻ്റെ ഗ്രാമീണ ഭംഗിയും പരമ്പരാഗത മനകളുടെ നിഗൂഢതയും മൂന്നാറിൻ്റെയും കുമരകത്തിൻ്റെയും മനോഹരമായ ദൃശ്യങ്ങളുമൊത്ത് അരൂപിക്ക് വളരെ വ്യത്യസ്തമായ ഒരു വിഷ്വൽ അറ്റ്മോസ്ഫിയർ സൃഷ്ടിക്കുന്നുണ്ട്. നമ്മുടെ പൂർവികരുടെ കഥയൊക്കെ നീ കേട്ടിരിക്കുമല്ലോ. എന്നെ ഏറ്റവും ആവേശം കൊള്ളിച്ചതും ഭയപ്പെടുത്തിയതും അവളുടെ കഥയാണ്. അവളെക്കുറിച്ച് പറയുന്നത് പോലും ഇവിടെ എല്ലാവർക്കും ഭയമാണ്. എന്ത് ഒരു സിനിമ ഇവിടം വരെ എത്തണമെങ്കിൽ അതിൻ്റെ പ്രൊഡ്യൂസർ വിചാരിക്കാതെ നടക്കില്ല. അതൊരു പ്രാന്തെന്ന് പറയണ്ട. അങ്ങനെയുള്ള കുറേ പ്രാന്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. മാത്രമല്ല സിനിമാ പ്രേമികൾക്ക് സിനിമ കാണാനും പറ്റുള്ളൂ. നമ്മുടെ സംസ്കാരം വളരുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഇദ്ദേഹത്തിന്, പ്രദീപ് രാജിന് ഒരുപാട് ഇനിയും വ്യത്യസ്തങ്ങളായ സിനിമകൾ ഉണ്ടാക്കാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം അഭിലാഷ് വാര്യർ വളരെ ഗംഭീര കലാകാരനാണ്, എനിക്കറിയാവുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഡയറക്ഷനും അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററും എല്ലാ കാര്യങ്ങളും മികച്ചതാവും ആണ്. അപ്പോൾ എല്ലാം കൊണ്ടും ഇതിൻ്റെ അണിയർ പ്രവർത്തകരും എല്ലാവരും വളരെ മികച്ചതാണ്. ഗംഭീരമായ ഒരു സിനിമയാകുമെന്ന് നല്ല ഉറപ്പുണ്ട്. നിങ്ങളത് കൈനീട്ടി സ്വീകരിക്കുക, തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്ന് ആശംസിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. പുതിയൊരു സിനിമയുടെ ലോഞ്ചാണ് നമ്മൾ കണ്ടത്. അത് ഞാൻ ഇത്തിരി വൈകിട്ടാണ്, എനിക്ക് ഷൂട്ട് ഇപ്പോൾ കഴിഞ്ഞിട്ട് ഓടി വന്നായിരുന്നു. അപ്പോൾ കണ്ടത് നല്ലതായിരുന്നു. നല്ല സൗണ്ട് എഫക്ട്സും നല്ല രീതിയിലൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഗംഭീരമാവട്ടെ. അതുപോലെ തന്നെ അഭിലാഷ് ഏട്ടനും നമ്മുടെ പുതിയ പ്രദീപ് ഏട്ടനും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഗംഭീരമാവട്ടെ. സിനിമകൾ ഉണ്ടായാലാണ് നമുക്ക് എല്ലാവർക്കും നല്ലതുള്ളൂ. അതുകൊണ്ട് സിനിമകൾ ഇനിയും സംഭവിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.
ഈ പടം നടക്കാൻ കാരണം നമ്മുടെ പ്രിയപ്പെട്ട പ്രൊഡ്യൂസർ പ്രതിവേട്ടനാണ്. പ്രതിവേട്ടൻ്റെ ഫാമിലിയും ഫുൾ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് ഈ ഫിലിം ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ പടമാണ്. Thank you so much, guys. Thank you so much. Sakshi, is it taught you some Malayalam? So how is it? How's learning Malayalam? And share something you learned in Malayalam as well. Oh, well, I love to learn languages, and Malayalam has always been in my mind since I'm from Bangalore, and a lot of people from Kerala work in Bangalore, right, in this industry especially. So mostly whenever I've seen people behind the camera are always Mallus, mostly. So I love Malayalam language, and I've seen them speaking as well. So I felt very good coming in Kerala, speaking the language, learning it. I'm very forgetful, by the way, so I've forgotten a lot of words that I've learned. But yeah, it was amazing learning the language. നേഹ ഇതിനകത്ത് ചെയ്തിരിക്കുന്ന വേഷം അങ്ങനത്തെ ഒരു വേഷമാണ്. അവൾ വളരെയധികം സ്ട്രെയിൻ ചെയ്ത് മലയാളം പഠിച്ച് ഓരോ വേർഡുകൾ നമ്മൾ മറ്റേ അരി പെറുക്കുക എന്ന് പറഞ്ഞ പോലെ അങ്ങനെ പെറുക്കിയിട്ടാണ് പുള്ളിക്കാരി പഠിച്ചെടുത്തത്. എനിവേ യു ക്യാൻ ടെൽ മീ. So it's been fantastic. It was all a dream come true experience, because you just dream of it and then you keep working hard at it. I am very thankful for to Lord Krishna for being there with me and making this a reality. I would like to thank my family, especially my mom and dad, and my friends and my siblings who have been always been through my thick and my thin. And also very special, I hope you loved the trailer, and I hope that we all come together in the theaters as well. Wishing you and thanking you all the very best to me and the team for sticking around. Thank you so very much. Thank you, Neha. Neha, we watched the trailer, and now you are the Yakshi, the Ruby in the movie. Yes. So how's the experience playing a Yakshi? Oh my God, playing the lead, playing Arupi was very challenging. It was out of the world experience playing Yakshi. The costume, which is the highlight of the film, as it glamorizes you. You are the Yakshini, you're supposed to scare, but you're looking so pretty, and you obviously have all the eyeballs on you now, world know you. So I think this stage is something which I was waiting for. This stage is something which deserves me, and I deserve it back. It's been tremendous. I hope it go places. I hope it releases worldwide. I hope everybody knows about me and the team. Yeah. അരൂപിയുടെ വിജയത്തിനായി എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആക്ച്വലി ഹൊറർ സബ്ജക്റ്റ് അല്ല എൻ്റെ ഗുരുസ്ഥാനത്തുള്ള ആൾക്കാരുടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആക്ഷൻ സ്റ്റൈലാണ്. പക്ഷെ ഒരു വ്യത്യസ്തമായ രീതിയിലുള്ളൊരു സ്റ്റോറി വന്നതുകൊണ്ടാണ് എൻ്റെ മനസ്സിലൊരു പെട്ടെന്നൊരു സ്റ്റോറി വന്ന് അങ്ങനെ അതിനെ ബേസ് ചെയ്ത് പ്രദീപ് സാറുമായിട്ട് സംസാരിച്ച് അങ്ങനെയാണ് ആ ഒരു ഇത് ചെയ്തത്. അതിന് നമ്മുടെ വൈശാഖും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാത്തിനും നമ്മളൊരു കറക്റ്റ് പോയിന്റിലാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഇത്രയധികം പുതുമുഖങ്ങളെ വെച്ച് ഈ സിനിമ ചെയ്യാൻ തയ്യാറായ അദ്ദേഹത്തിൻ്റെ ട്രസ്റ്റിന് പ്രതിവേട്ട താങ്ക് യു. സിനിമയ്ക്ക് പിന്നാലെയുള്ള അഭിലാഷിൻ്റെ സഞ്ചാരത്തിൻ്റെ സ്വപ്ന സാക്ഷാത്കാരമാണ് അരൂപി എന്ന ഈ ചിത്രം. തീർച്ചയായിട്ടും ഈ സിനിമ ഒരു വലിയ വിജയമാവട്ടെ. ഇതിന് മുന്നിലും പിന്നിലും പ്രവർത്തിച്ച എല്ലാവർക്കും ആശംസകൾ. സിനിമ ഒരു വലിയ വിജയമാവും.